لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹാദരനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരോടും നിർത്തുകയാണ്, അത് വസിയത്ത് ചെയ്യുകയാണ്. ഒരു മഹാനായ പ്രവാചകന്റെ ആ ഒരു മാർഗം, ആ പ്രവാചകന്റെ കുടുംബത്തിന്റെ ആ ഒരു മാർഗത്തെ ഓർമ്മിക്കുന്ന ഒരു അവസരത്തിലാണ് നാം ഉള്ളത്. ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബകളിൽ നാം ദുൽഹിജ്ജ മാസത്തിന്റെ അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും നാം മനസ്സിലാക്കി. എന്നാൽ ഈ ഒരു ദിവസങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ, മഹാനായ ഒരു പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും ആ അവരുടെ ഒരു മാർഗം, അവരുടെ ചര്യകൾ ഓർക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇത്. അത് ഈ ഒരു സന്ദർഭങ്ങളിൽ, ഈ ഒരു ദിവസങ്ങളിൽ മാത്രം ഓർക്കേണ്ട പ്രാധാന്യമുള്ള ഒരു കാര്യമായി നാം കണക്കാക്കരുത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാലത്തും മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഇബ്രാഹിമി മില്ലത്തിനെ സ്നേഹിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും അതിനെ പിന്തുടരുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ് വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? വമൻ യർഹബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ആരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് അതൃപ്തി കാണിക്കുക, അതിനോട് അനിഷ്ടം കാണിക്കുക? ആരാണവൻ? മൻ ഇല്ലാ മൻ സഫിഹ നഫ്സഹു, അവൻ സ്വന്തത്തെ തന്നെ വെട്ടിയാക്കിയവനല്ലാതെ. ആര് ഈ ഒരു മാർഗത്തോട് വിമുഖത കാണിക്കുന്നുവോ അവൻ സ്വന്തം വെട്ടിയായവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിരിക്കുന്നത്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അദ്ദേഹത്തെ ഈ ലോകത്ത് നാം
ഏറ്റവും ശുദ്ധനായി കൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സ്വാലിഹീങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ സജ്ജനങ്ങളിൽ പെട്ടവനാണ് അദ്ദേഹം. നാളെ പാരത്രിക ലോകത്ത് അദ്ദേഹത്തിന്റെ മഹത്വം ആലോചിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. ആ ഒരു മാർഗത്തെ ഇഷ്ടപ്പെടുകയും അതിലെ പിന്തുടരുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇബ്രാഹിമി മില്ലത്തിൽ ഇബ്രാഹിം നബിയുടെ പാതയിൽ പഠിപ്പിക്കുന്ന ആ ഒരു പ്രവാചകന്റെ ജീവിതത്തിന്റെ സന്ദേശം എന്തായിരുന്നു എന്ന് പഠിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാം അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്നത് പൂർണ്ണമായി കൊണ്ട് അള്ളാഹുവിന് സമർപ്പിച്ച ജീവിതമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്ന് വെച്ചാൽ പൂർണ്ണമായ സമ്പൂർണമായ ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇത് ഖാലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു നീ സമർപ്പിക്കുക, അഥവാ നീ മുസ്ലിം ആവുക. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിന് ഞാനിതാ സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറുപടി. പൂർണ്ണമായി കൊണ്ടുള്ള ഒരു മുസ്ലിം, അള്ളാഹുവിന്റെ കൽപ്പനകളെ എല്ലാം സമ്പൂർണമായി നിറവേറ്റിയ ഒരു മഹാ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥമായ സമ്പൂർണമായ മുസ്ലിമാവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും പേരിന് മാത്രം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, സർട്ടിഫിക്കറ്റിൽ മാത്രം മുസ്ലിം എന്ന് പേരുള്ള ജാതികോളത്തിൽ മാത്രം എഴുതുവാൻ വിധിക്കപ്പെട്ട ആളുകൾ. എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ സമ്പൂർണമായി സ്വീകരിക്കുന്നവൻ, പിൻപറ്റുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സമ്പൂർണമായി പിൻപറ്റുന്നവൻ. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ മുസ്ലിം ആവുന്നില്ല. നമുക്കിഷ്ടമുള്ള, നമുക്ക് താല്പര്യമുള്ള മാത്രം നിയമങ്ങളെ മാത്രം അനുസരിക്കുന്നു. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ നാം മുസ്ലിമിന്റെ ഐഡന്റിറ്റിയിൽ നിന്ന് മാറുന്നു. വിവാഹം പോലുള്ള രംഗങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇസ്ലാം കൈവിടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ, സാമ്പത്തികമായ കാര്യങ്ങൾ വരുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ, അവിടെ ഒരു സമ്പൂർണ്ണ മുസ്ലിം ആവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ട സന്ദർഭമാണ്. അതുകൊണ്ടാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമ്പൂർണമായി കൊണ്ട് അള്ളാഹുവിനെ സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ആദർശത്തിലേക്ക്, ഈ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം തന്റെ സന്തതികളെയും തന്റെ മക്കളെയും തന്റെ കുടുംബത്തെയും ഈ ഒരു മാർഗത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉപദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളെ ഉപദേശിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പൗത്രനായ, അദ്ദേഹത്തിന്റെ മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ സന്തതികളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപദേശിച്ചത് എന്താണ്? യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അവരോട് പറഞ്ഞത്, ഈ ദീനിനെ വിശുദ്ധമായ ഈ ഒരു മാർഗദർശനമായി കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഈ ഒരു ദീനിന്റെ മഹത്വത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഭയങ്കരമായ അള്ളാഹുവിന്റെ ഈ മഹത്തായ ഈ ഒരു മാർഗദർശനം, ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ഒരു മാർഗദർശനം, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചപ്പോൾ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ. ഈ ഒരു മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. ആ ഒരു വ്യക്തമായ ഒരു മാർഗദർശനം, ആ ഒരു ദീനിനെ നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശം ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കുവാൻ പാടില്ല കേട്ടോ എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ എല്ലാ ഖുതുബകളിലും എല്ലാ പ്രസംഗങ്ങളിലും നമ്മൾ ആമുഖമായി കേൾക്കുന്നതാണ്, നിങ്ങൾ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ഏത് സമയവും വ്യതിചലിച്ചേക്കാം. ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ അയാളെ ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ചേക്കാം. ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ, അത്തരം ആളുകളെ നമുക്ക് കാണാം.
ഒരുപാട് ഇസ്ലാമിക യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചു, നല്ല നിലക്ക് ജീവിച്ചു. പക്ഷേ വിശ്വാസത്തിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നു, ഭൗതികവാദത്തിലേക്ക് പോകുന്നു, മതനിഷേധത്തിലേക്ക് പോയിക്കൊണ്ട് അവിശ്വാസിയായി കപടവിശ്വാസിയായി തീരുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ സത്യവിശ്വാസികൾ ജാഗരൂകരാവേണ്ടതാണ്. ഒരിക്കലും ഞാൻ മരണപ്പെടുന്ന സമയത്ത് വരെ ഞാൻ ഈ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം. എൻ്റെ അവസാനം എല്ലാം ചെയ്തുകൊണ്ട് അവസാനം ഞാൻ സത്യനിഷേധിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എത്ര ഖേദകരമാണെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് മുസ്ലിം ആയിക്കൊണ്ട് ഒരു സത്യവിശ്വാസിയോട് നമ്മെ സംബന്ധിച്ചോട് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞുകൊണ്ട് അത് ആ ഒരു ആദർശത്തിൽ മരിക്കുവാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിമായി കൊണ്ട് മരിക്കണം എന്നാണ് ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആയിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു, അവരോട് ഉപദേശിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചേർത്ത് പിടിച്ചതുപോലെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശം മക്കളോട് ഉപദേശിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. പലർക്കും മക്കൾക്ക് അവരുടെ പരലോക പാരത്രിക രോഗം കൂടി രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും ഒരുക്കുവാൻ വേണ്ടിയിട്ട് പലർക്കും സാധിക്കാതെ വരും. നമ്മുടെ യഥാർത്ഥമായ ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ കാണുവാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടി മതപരമായ വിദ്യാഭ്യാസം വെട്ടിച്ചുരുക്കിയ ഒരു പിതാവാണോ നമ്മൾ? അല്ലെങ്കിൽ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്ത ഒരു പിതാവാണോ നമ്മൾ? ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾ ഇസ്ലാമിൻ്റെ ആ മാർഗത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഹറാമുകൾ ചെയ്യുമ്പോൾ നമ്മൾ മൗനാനുവാദിയായി നിൽക്കുന്ന ഒരു പിതാവാണോ എങ്കിൽ നമ്മൾ ഇബ്രാഹിമി മില്ലത്തിലാണോ, ഇബ്രാഹിം നബിയുടെ പാതയെ പിൻപറ്റുന്ന ഒരാളാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം അദ്ദേഹം തൻ്റെ മക്കളോടും തൻ്റെ നാട്ടുകാരോടും കുടുംബക്കാരോടും നടത്തിയ ആ ഒരു ഉപദേശം ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് ഖുർആൻ നമുക്ക് വ്യക്തമായി കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യഅഖൂബുൽ മൗത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക വ ഇബ്രാഹീമ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. യഅഖൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മരണവേളയിൽ ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു തൻ്റെ മക്കളോട് നൽകുന്ന ഉപദേശം എന്താണ്? ആ ഉപദേശം ഒരു ചോദ്യമുണ്ട്. മക്കളെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അപ്പോൾ അവർ പറയുന്ന മറുപടി ഇലാഹക്ക, താങ്കളുടെ ദൈവമായിട്ടുള്ള ഇലാഹ ആബായിക, ഞങ്ങളുടെ പിതാക്കന്മാരുടെ, അതായത് ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെ ഒക്കെ ആ തലമുറയുടെയൊക്കെ പിതാക്കന്മാരുടെ ദൈവമായിട്ടുള്ള ആ ഒരു ദൈവത്തെ വൈസ്ഹാഖ ഇലാഹം വാഹിദൻ, ഏക ദൈവത്തെ, ഏകനായ ഒരു ആരാധ്യനെയാണ് ആരാധിക്കുക. മുസ്ലിമോ, ഞങ്ങൾ അള്ളാഹുവിന് സമർപ്പിച്ചവരാണ്. നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം നമുക്കറിയാം തൗഹീദാണ്. അവർ മക്കളെ ഉറപ്പിക്കുകയാണ്, തൻ്റെ മക്കളെ അവരോട് ഉറപ്പിച്ച് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് കാലത്തെ ശേഷവും, കാരണം ഇത് വ്യതിചലിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ തൗഹീദാണെങ്കിൽ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. ആ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുവാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം തൗഹീദ് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്കും ഏറ്റവും പ്രാധാന്യം തൗഹീദ് തന്നെയായിരിക്കണം. എന്ത് ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും നമ്മൾ പ്രഥമമായ പരിഗണന നൽകേണ്ടത് തൗഹീദിന് തന്നെയാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തം തൗഹീദിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പറഞ്ഞല്ലോ, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ
വമാ അന മിനൽ മുശ്രിക്കീൻ. എൻ്റെ മുഖവും എൻ്റെ ആരാധനകളും എല്ലാം ഈ ലോകം സൃഷ്ടിച്ച സൃഷ്ടാവിന് വേണ്ടിയിട്ട് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസിയിൽ പെട്ടവനല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം നിരന്തരമായ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഖുർആനിൽ നമുക്ക് കാണാം, ഇത് ഖാല ഇബ്രാഹിമു റബ്ബി ജ്അൽ, അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിനൻ, ഈ ഒരു നാടിനെ നീ നിർഭയത്വമുള്ളതാക്കണേ, വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്തതികളെയും നീ വിഗ്രഹാരാധകരിൽ നിന്ന്, ബഹുദൈവ ആരാധകരിൽ നിന്ന് പടച്ചോനെ നീ കാക്കണേ. ആരാ ചോദിക്കുന്ന പ്രിയമുള്ളവരെ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രവാചകത്വത്തിൽ അള്ളാഹു സ്ഥാനം നൽകിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെയും തന്നെയും ബഹുദൈവ ശിർക്കിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മൾ മുജാഹിദുകളാണ് എന്ന്, നമ്മൾ തൗഹീദുള്ളവരാണ്, തൗഹീദിൽ നിന്നൊന്നും നമ്മൾ വ്യതിചലിക്കില്ല എന്ന ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. പക്ഷേ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാം. പലരും ആദർശത്തിൽ നിന്നും ഈ ഒരു ഷിർക്കിന്റെ വൈകളിലേക്കും കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയല്ലോ, ഷിർക്ക് വരിക എന്ന് പറയുന്നത് ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ. ഒരു മധുരമുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ എത്ര വേഗമാണ് അതിലേക്ക് ഉറുമ്പ്, അതിലും വേഗം ഷിർക്ക് നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗം മില്ലത്ത് ഇബ്രാഹിമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പരിഗണന തൗഹീദിന് തന്നെയായിരിക്കണം. നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മൾ ഷിർക്കിനെ തന്നെയായിരിക്കണം. അള്ളാഹു അത് എല്ലാവരോടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആദ്യം ആരംഭിക്കുന്നത് തൻ്റെ ഉപ്പയോട്, തൻ്റെ സ്വന്തം പിതാവിനോട് ഏറ്റവും ഷിർക്കിന്റെ കൂമ്പാരത്തിൽ, ഷിർക്കിന്റെ ആ ഒരു വിഗ്രഹാരാധന, വിഗ്രഹം നിർമ്മിച്ച് അത് വിൽക്കുന്ന, അതിനെ ആരാധിക്കുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം നബിയുടെ ഉപ്പയെന്ന് നമുക്കറിയാം. ആ ഒരു ഉപ്പയോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാതിരുന്നിട്ടില്ല. വളരെ മാന്യമായിക്കൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു വർത്തമാനം, ഇത് ഖാലി അബീഹി, അദ്ദേഹം തന്റെ ഉപ്പയോട് പറഞ്ഞത് എങ്ങനെയാണ്? യാ അബതി, എൻ്റെ പൊന്നുപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അദ്ദേഹം പിതാവിനോട് പറഞ്ഞ, എൻ്റെ പൊന്നുപ്പ, കാണാത്ത, കേൾക്കാത്ത, നിങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത ഈ ഒരു വിഗ്രഹത്തെ, ഈ ഒരു ഷിർക്ക് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് ഉപ്പ എന്ന്, പൊന്നുപ്പ എന്ന് വിളിച്ചുകൊണ്ട് എത്ര മാന്യമായ രീതിയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എത്ര ധീരതയോടെയാണ്, എത്ര കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സ്വന്തം പിതാവിനോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബക്കാരോട് ഒക്കെ പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, അതുകൊണ്ട് പല ആളുകളും മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ പ്രതികരണം പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കട്ടെ, നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിച്ചോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്ര ആളുകൾ, നമ്മോട് അടുത്ത എത്ര ആളുകൾ ജാറത്തിൽ പോകുന്ന ആളുകളുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുന്ന ആളുകളുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട്. അത്തരം പോസ്റ്റുകൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കാണുകയാണ്. പക്ഷേ നമ്മൾ മിണ്ടുന്നില്ല. കാരണം ബന്ധം പോയാലോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ദൗത്യത്തിൽ നിന്ന് മാറുകയാണ്. ഒരു വാക്ക് ഒരിക്കൽ ജീവിതത്തിൽ പല വർത്തമാനങ്ങളും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ഒരു വർത്തമാനം നമ്മൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടുണ്ടായില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞു. പക്ഷേ പ്രതികരണം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ഖാല അറായിബു അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിമു ലഇൻ അർജുമന്നക വഹ്ജുർനി മലിയ. ഇബ്രാഹിം, നീ എൻ്റെ ആരാധ്യന്മാരെ, എൻ്റെ ദൈവങ്ങളെ നീ നിന്ദിക്കുകയാണോ ഇബ്രാഹിം? ഇത് പറയുമ്പോൾ നമ്മളോട് ചോദിക്കുക, ഔലിയാക്കളെ നിങ്ങൾ ബഹുമാനിക്കാത്തവരാണല്ലേ, നിങ്ങൾ നിന്ദിക്കുന്നവരല്ലേ, ഔലിയാക്കളെ ബഹുമാനിക്കേണ്ടവര് എല്ലാമാണോ നിങ്ങൾ പറയുന്നത് എന്നായിരിക്കാം അവരോട് നമ്മോടുള്ള ചോദ്യം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ചോദിച്ചു, എന്നിട്ട് ലാർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞോടിക്കും, വഹ്ജുർനി മലിയ,
കുറെ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് മാറിപ്പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആട്ടി ഓടിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടവരാണ്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ തൗഹീദിന് വേണ്ടി നിലകൊണ്ട ഈ മഹാനായ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലും ആരാധിക്കുന്ന അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ്. മക്കയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു മക്കൽ ഫതഹിന്റെ ആ മക്ക വിജയത്തിന്റെ ദിവസം കഅബാലയം തുറന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രതിമകൾ, വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. അതിനാൽ പ്രിയമുള്ളവരെ, ഈ തൗഹീദിൽ നിന്ന്, ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ഈ മഹത്തായ ഈ തൗഹീദിൽ നിന്ന്, ഈ പാതയിൽ നിന്ന്, മില്ലത്തിൽ നിന്ന് പല ആളുകളും, പല വേദക്കാരും വ്യതിചലിച്ചു. അവർ ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു. എന്നാൽ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് മുറുകെ പിടിക്കാൻ ഏറ്റവും അർഹരായ ആളുകൾ, മുറുകെ പിടിക്കുന്ന ഏറ്റവും അർഹരായ ആളുകൾ ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഈ നമ്മുടെ നബിയുടെ ഉമ്മത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇത് മുറുകെ പിടിക്കുക. ഇബ്രാഹിം നബിയെ ഓർക്കാത്ത ഒരു ദിവസം പോലും നമ്മളിലില്ല. 5 നേരത്തെ നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലാതെ നമസ്കാരം പൂർണ്ണമാവുകയില്ലല്ലോ. ഖുതുബയിൽ സ്വലാത്ത് പറയാതെ ഖുതുബയുടെ റുക്ൻ ശരിയാവുകയില്ലല്ലോ. നമ്മൾ നിരന്തരമായി കൊണ്ട് ഇബ്രാഹിം നബിയെ ഓർക്കുന്നു. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. 1-2 വിശേഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ വിശേഷണങ്ങൾ കൂടി പറയും, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് എന്ന് നമുക്കറിയാം. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വത്തഖദല്ലാഹു ഇബ്രാഹിം ഖലീല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൂട്ടുകാരനായിക്കൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ഖുർആൻ കാണാം. അദ്ദേഹത്തിന്റെ സ്ഥാനമാണ്. അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആള് എന്നാണ് ഖലീലക്ക് എന്ന പദത്തിന് അർത്ഥം. ആ ഒരു സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്, ത്യാഗം, പരീക്ഷണങ്ങൾ അതിജീവിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതേപോലെ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ജനങ്ങൾക്ക് നേതാവായിക്കൊണ്ട് തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഏറ്റവും ഒരു നേതാവിനുള്ള, ഒരു ലീഡർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റികളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നമുക്ക് കാണാം. ഏറ്റവും വലിയൊരു സവിശേഷത ആയിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന ഇബ്രാഹിമു കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായത്തിനാണ് പറയുന്നത് നമുക്കറിയാം. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു സമുദായമാണ്. ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയും അയാൾ ഒരു സംഭവമായിട്ടോ അയാളൊരു പ്രസ്ഥാനമായിട്ടോ എന്ന് പറയും. എന്നാൽ ഈ ഉമ്മത്ത് എന്ന് മാതൃകാപരമായ, എന്തുകൊണ്ടും മാതൃകാപരമായ നേതാവാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഓർമ്മകളിലൂടെയാണ് ഈ ഒരു ദിവസം നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയും അതിന്റെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണങ്ങളും അമലുകളും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്ന അടുത്ത ആഴ്ച, നമുക്കറിയാം ശനിയാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ പെരുന്നാളായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ 9-ാം തീയതി ദുൽഹിജ്ജ 9-ന് നമുക്കറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പാണ് അറഫ നോമ്പ് എന്നുള്ളത്. സുഹൈലാൻ സൗമി യൗമു അറഫ, അറഫ നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോൾ ഫഖാല യുകഫിർ സനതൽ മാളിയ വൽ ബാക്കിയ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ അത്രയും പുണ്യം കൽപ്പിക്കപ്പെട്ട ഒരു നോമ്പാണ് അറഫ നോമ്പ് എന്നുള്ളത്. അത് പല ആളുകളും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. എപ്പോൾ അറഫ നോമ്പ് നോൽക്കണം? എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം അത് ദുൽഹിജ്ജ 9-നാണ് പഠിപ്പിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ പെരുന്നാളും നമ്മുടെ നാട്ടിലുള്ള മാസപ്പിറവിയുടെ ദർശനത്തിനനുസരിച്ചിട്ടാണ്, ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മാസപ്പിറവി, അതാണ് അതിൻ്റെ ഒരു ചര്യ എന്നുള്ളത്. എന്നാൽ അത് സൗദിയിൽ കണ്ടതിനനുസരിച്ചിട്ടല്ലേ, അവിടെ അറഫയുള്ള അല്ലേ എല്ലാ
ദുൽഹിജ്ജ 9 പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതാണ് അറഫ നോമ്പിന്റെ അതൊരു സമയം, അതാണ് ഐക്യത്തിന്റെ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു നോമ്പിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മളെല്ലാവരും ഓർക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവെ, എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹുവെ നിങ്ങൾ നീ കാത്തുരക്ഷിക്കണേ. അതാ അല്ലാഹുവെ, നിന്റെ അനുഗ്രഹമായ മഴ വർഷിക്കുകയാണ്. അല്ലാഹുവെ, ഞങ്ങൾക്ക് അത് അനുഗ്രഹമാക്കി തരണേ. അതിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അതാ അല്ലാഹുവെ, ദുരന്തങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കലാണ്. അതാ അല്ലാഹുവെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവെ, എല്ലാവർക്കും ഈ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കണേ. അതാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.